ജയ് ഗുരുദേവ്. സന്തോഷം സാധകരുടെ ഒപ്പം ഇരിക്കാൻ പറ്റിയ ഫാമിലി. അപ്പൊ അതെപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. ഡോക്ടർ എൻ്റെ കൂടെ ഞങ്ങള് ക്യാൻസർ കെയർ തുടങ്ങിയ കാലത്ത് ഡോക്ടർ ശീതളാണ് ആദ്യമായിട്ട് ആ പ്രോജക്റ്റിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തത്. മാത്രമല്ല നമ്മുടെ ആയുർവേദ കോളേജിലെ ആദ്യത്തെ ബാച്ചിലെ ഡോക്ടറാണ്. അവരിപ്പോ ആദ്യത്തെ ബാച്ച് നമ്മുടെ ഒരുപാട് മലയാളി കുട്ടികൾ ഡോക്ടേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ വലിയ ഡോക്ടേഴ്സാണ്. അവരവരുടെ ഫീൽഡിൽ അവര് ഓരോ കാര്യങ്ങൾ ഓരോ പ്രോജക്റ്റ് ലീഡ് ചെയ്യുന്നു. അപ്പൊ അതിനും ഡോക്ടർ ശീതളിനും താങ്ക്സ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മിക്കവാറും പലരും ടീച്ചേഴ്സ് ആണ് അല്ലെ. ബാക്കിയുള്ള ആൾക്കാര് സാധകരാണ്, ടീച്ചേഴ്സ് ആവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളിപ്പോ ഇവിടെ മർമ്മയെ കുറിച്ച്, മർമ്മ എന്നുള്ളൊരു വാക്ക് കുറച്ച് നമുക്ക് കേരളത്തിലെ കുറച്ച് പേർക്ക് അറിയാം. മർമ്മ എന്നും വർമ്മ എന്നും, കളരി മർമ്മം, ചൂണ്ടാണി മർമ്മം, അങ്ങനെ കുറെ മർമ്മങ്ങള് നമ്മുടെ നാട്ടില് ഓൾറെഡി പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ചെറുപ്പം മുതൽ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ആശ്രമത്തില് നമുക്ക് കുറെ കാലം കൊണ്ടേ ഉള്ള ഒരു മഹത്തായ ഒരു പ്രക്രിയയാണ് ഈ ശ്രീ മർമ്മയുടെ ഈ ഒരു പ്രോസസ്സ്. അപ്പൊ ശ്രീ മർമ്മ എങ്ങനെയാണ് മറ്റ് മർമ്മങ്ങളിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നത്? അതുപോലെ തന്നെ കേരളവുമായിട്ട് ഇതിനുള്ള ഒരു ബന്ധം, ഒരു കണക്ഷൻ എങ്ങനെയാണ്, മർമ്മത്തിനുള്ള ഒരു കണക്ഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. മർമ്മം ആക്ച്വലി കേരളത്തിന്റെ ഒരു സംഭാവനയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് മർമ്മങ്ങളുടെ ഹബ്ബായിട്ടുള്ളത്. ഒരുപാട് ആശാന്മാരുണ്ട്, ഒരുപാട് പരമ്പരയുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിവെണ്ണ എന്ന് പറയുന്ന അതാണ് നമ്മൾ ഹീൽ ക്രീം ആയിട്ട് ഉണ്ടാക്കുന്നത്. മുറിവെണ്ണയൊക്കെ ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം സംഭാവനയാണ്, ഒരു ആശാന്റെ, കരുണാകരൻ ആശാൻ. അപ്പോ പക്ഷേ കേരളത്തില് ഉള്ള മർമ്മ ചികിത്സ വളരെ വ്യത്യാസമാണ്. ഇപ്പൊ മർമ്മം എന്ന് പറയുമ്പോൾ അതിന് 3 ആസ്പെക്ട് നമ്മൾ നോക്കുമ്പോൾ, ഒന്ന് അതിന്റെ സർജിക്കൽ ആസ്പെക്ട്. അതാണ് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് പഠിക്കുന്നത്, പുസ്തകങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ സുശ്രുത സംഹിത എന്ന് പറഞ്ഞ് നമ്മുടെ സർജറിയുടെ പിതാവ് ആണ്. സുശ്രുത സംഹിത എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് മർമ്മ ചികിത്സ പഠിക്കുന്നത്. അപ്പൊ മർമ്മ ചികിത്സ അല്ല, ആക്ച്വലി ശരീരമാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഈ മർമ്മങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് മർമ്മത്തിൽ ക്ഷതമേറ്റാൽ പ്രശ്നമാവും. ഒന്നുകിലും മരണം സംഭവിക്കും, അല്ലെങ്കിൽ വൈകല്യം സംഭവിക്കും, അല്ലെങ്കിൽ വേദന സംഭവിക്കും. അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സർജന് വേണ്ട ഒരു അറിവാണ് മർമ്മ ചികിത്സ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സർജന്മാർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല. ഇപ്പൊ പലരും അറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അവര് അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്കും ഈ ശാസ്ത്രം അറിയണം എന്നൊക്കെ പറയും. അപ്പൊ അത് ഒരു ഭാഗത്ത് അതിന് നമ്മള് സർജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയും. പിന്നെ ഒരു ഭാഗം ഡിഫൻസിലുള്ള ഉപയോഗമാണ്. അപ്പോൾ അത് കളരിയിലൊക്കെ മർമ്മം ഉപയോഗിക്കുന്ന അങ്ങനെയാണ്. ഇപ്പോ കാരണം പണ്ട് കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ഈ മർമ്മശാസ്ത്രം ഉപയോഗിച്ചിരുന്നു. ഒന്ന്, സ്വന്തം ശരീരത്തില് മർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഇപ്പം നെറ്റിയില് ഇങ്ങനെ പടച്ചിട്ട്, എന്താ പറയുന്ന, നെറ്റിയില് ഈ മർമ്മം വളരെ പ്രധാനമാണ്. അതിനെ കവർ ചെയ്യും, നെഞ്ച് കവർ ചെയ്യും, ഈ കൈയിന്റെ ഭാഗം കവർ ചെയ്യും. അപ്പം എവിടെയൊക്കെയാണോ പ്രധാന മർമ്മങ്ങൾ, ക്ഷതമേറ്റാൽ മരണം സംഭവിക്കാവുന്ന മർമ്മങ്ങൾ, അതൊക്കെ കവർ ചെയ്തിട്ടാണ് ഇവർ യുദ്ധത്തിന് പോകുന്നത്. അപ്പോ പിന്നെ അടി തടയിലൊക്കെ മർമ്മം നോക്കി അടിക്കുക എന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ മർമ്മം അറിഞ്ഞാൽ എതിരാളിയെ വീഴ്ത്തുകയും ചെയ്യാം, എതിരാളി നമ്മളെ വീഴ്ത്താതെ നോക്കുകയും ചെയ്യാം. അങ്ങനെ ആർട്ട് ഓഫ് ഡിഫൻസിൽ വാരിയർ സോൾജേഴ്സ് അവര് ഒക്കെ മർമ്മങ്ങൾ ഉപയോഗിച്ചിരുന്നു. അവരതില് വാറിലൊക്കെ മുറിവേറ്റാല് അതിനെ എങ്ങനെയാണ് സുഖപ്പെടുത്തേണ്ടത്, അതൊരു കംപ്ലീറ്റ് ശാസ്ത്രമാണ്. അതാണ് മർമ്മത്തിന്റെ ട്രോമറ്റോളജി ആസ്പെക്ട്. മർമ്മത്തിന് ക്ഷതമേറ്റാൽ എന്ത് പറ്റും, അത് എങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റാം. അപ്പൊ ഇത് കേരളത്തിലുണ്ട്, ധാരാളമായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഹീലിംഗ് ആസ്പെക്ട്. അപ്പോൾ ഹീലിംഗ് ആസ്പെക്ട് വളരെ ഗ്രോസ് ആയിട്ടുള്ള ഹീലിംഗ് ആസ്പെക്ട് കേരളത്തിൽ ചില സ്ഥലത്ത്
വളരെ ചുരുക്കമാണ്. തമിഴ്നാട്ടിലാണ് കൂടുതലുള്ളത്. അതാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ മർമ്മ പഠിപ്പിക്കുന്നവരിൽ ഹീലിംഗ് ആസ്പെക്ട് വളരെ കുറവാണ് പഠിപ്പിക്കുന്നത്. ആ ഹീലിംഗ് ആസ്പെക്റ്റും ഗ്രോസ് ആയിട്ടുള്ള ഹീലിംഗ് ആസ്പെക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇതൊരു മർമ്മമാണെങ്കിൽ ഇവിടെ ഈ സ്ഥലത്ത് നമ്മൾ ആ മർമ്മത്തിനെ ചികിത്സിക്കുമ്പോൾ ഈ കൈയിന്റെ ട്രിഗർ ഫിംഗർ അതിനെല്ലാം ട്രീറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ അത് ഒരു തരം ചികിത്സ. ഇപ്പൊ ശ്രീ മർമ്മയിൽ നിന്ന് വളരെ സൂക്ഷ്മമായിട്ടുള്ള സട്ടിലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ശ്രീ മർമ്മയിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട് കേരളത്തില് പയ്യോളിയില്. അപ്പൊ അതില് നമ്മൾ പഠിപ്പിക്കുന്ന ഈ ശ്രീ മർമ്മ എന്നുള്ള പ്രോട്ടോകോളാണ്. അതൊരൊറ്റ പ്രോട്ടോകോളാണ്. അത് നിങ്ങൾ വെറുതെ പഠിച്ചാൽ മതി. ആ ഹോൾ പ്രോട്ടോകോള് നിങ്ങളെ ഭംഗിയായിട്ട് പഠിപ്പിക്കും. എന്നിട്ട് ഒരു ഇവാലുവേഷൻ ഒക്കെ ചെയ്ത് നിങ്ങളെ മിടുക്കരായിട്ട് നല്ല ഒരു മർമ്മ പ്രാക്ടീഷണർ ആയിട്ടാണ് വിടുക നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോട്ടോകോള് മറ്റുള്ള ആൾക്കാരിൽ ചെയ്യാം. അപ്പൊ അതില് പിന്നെ ഇത് മർമ്മയുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അത് വേറെ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല. ആക്ച്വലി ഗുരുജിയാണ് അങ്ങനെ ഒരു സട്ടിൽ ആസ്പെക്ട് ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇത് പഠിപ്പിച്ചത് ഗുരുജിയാണ്. അങ്ങനെയാണ്. അതിനു മുമ്പ് ഞാൻ ആയുർവേദം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബുക്കിലുള്ള ഇതെല്ലാം എനിക്കറിയാം. പിന്നെ ഞാൻ കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരത്ത് ആശാന്മാരിൽ നിന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ആസ്പെക്ട് ഒരിടത്തും ഇല്ല. അതെപ്പോഴും അങ്ങനെയാണ്. ഗുരു ശാസ്ത്രത്തിന് അതീതമാണ്. ശാസ്ത്രത്തിൽ ഇല്ലാത്ത കാര്യം ആണ് നമുക്ക് ഗുരു നമ്മളിലൂടെ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്, ഈ ശ്രീ മർമ്മ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് നമ്മള് ഒറ്റ പ്രോട്ടോകോൾ ആണ്, പക്ഷെ ഒരുപാട് കണ്ടീഷനിൽ അത് ബെനിഫിഷ്യൽ ആണ്. ചേച്ചി, ശ്രീ മർമ്മ എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഗുണകരമാകുന്നത്? അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് ഇപ്പം മർമ്മ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ സാധാരണ നമ്മൾ പല ബോഡി വർക്കും നമ്മൾ കിടക്കുക, തലഭാഗത്തിരുന്ന് ചെയ്യുക. അങ്ങനെയാണ് ശിശുമർമ്മ ചെയ്യുന്നത്. അപ്പോൾ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇമ്മ്യൂണിറ്റി കൂട്ടും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കേജസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് സ്ഥൂല ശരീരമുണ്ട്, നമുക്ക് തൊടാൻ പറ്റുന്ന കാണാൻ പറ്റുന്നതാണ് സ്ഥൂല ശരീരം. ഇതല്ലാതെ നമുക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട്. അപ്പൊ ഈ സൂക്ഷ്മ ശരീരമാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ക്രിയ ചെയ്യുമ്പോഴും ഒക്കെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാവും. അതാണ് സൂക്ഷ്മ ശരീരം. അപ്പൊ സൂക്ഷ്മ ശരീരത്തിൽ ബ്ലോക്കേജസ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ഒഴുകുന്ന പോലെ നാഡികളിൽ കൂടെ പ്രാണൻ ഒഴുകും. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഈ ഒഴുക്കിന് തടസ്സം വരും. അങ്ങനെ അത് ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ നമുക്കത് പല ഇതായിട്ട് അനുഭവപ്പെടും. ഒന്നിൽ ക്ഷീണമായിട്ട് അനുഭവപ്പെടും, അല്ലെങ്കിൽ ശക്തിയില്ല, അല്ലെങ്കിൽ അസുഖമായിട്ട് അനുഭവപ്പെടും, അല്ലെങ്കിൽ മനസ്സിന് പ്രശ്നമായിട്ട് അനുഭവപ്പെടും, വേദനയായിട്ട് വരും. അങ്ങനെ ഈ ബ്ലോക്കേജ് പല രീതിയിൽ ശരീരത്തിൽ പ്രത്യക്ഷമാവും. അപ്പൊ അങ്ങനത്തെ ബ്ലോക്കേജസിനെല്ലാം ക്ലിയർ ചെയ്യും. പിന്നെ എനർജി ലെവല്, നമ്മുടെ എനർജി കൂട്ടും, അഗ്നി കൂട്ടുമ്പോൾ ഡൈജഷൻ കൂടും, അസിമിലേഷൻ കൂടും. പിന്നെ ഉറക്കം വളരെ, നമുക്ക് പലർക്കും ഉറക്കമില്ലായ്മയുണ്ട്. അപ്പൊ ഉറക്കം സുഖകരമാവും, ഉറക്കം വളരെ ഡീപ്പാവും. പിന്നെ സർക്കുലേഷൻ കൂടും സ്കിന്നിൽ. മർമ്മ കഴിഞ്ഞ് എണീക്കുമ്പോൾ ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാവും മുഖത്ത്. ഇതിൽ മർമ്മ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ മർമ്മ പ്രാക്ടീഷണറും ട്രെയിനർ ലെവലിലുള്ള ആളാണ്, ഡോക്ടറിന് അറിയാം. ഇതിൽ വേറെയും ഉണ്ടാവും മർമ്മ പ്രാക്ടീഷണേഴ്സ്. നമുക്കൊരു 7-8 പേരുണ്ട് കേരളത്തില്. പിന്നെ ട്രോമ റിലീസ് നടക്കും. പിന്നെ മേധ വളരെ, ഇന്റലക്ട് വളരെ ക്ലിയർ ആവും. പിന്നെ ദോഷങ്ങൾ, നമ്മൾ ത്രിദോഷം എന്ന് പറയുന്ന വാതപിത്ത കഫം, ആ ദോഷങ്ങള് ബാലൻസ്ഡ് ആവും. പിന്നെ ഏജിങ് പ്രോസസ്സ് കുറയും. ഇപ്പോ യൂത്ത്, യൗവനം നിലനിർത്തുന്ന ഒരു പ്രോസസ്സും കൂടിയാണ്. ഇതൊക്കെയാണ് ഓവറോൾ ബെനിഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ മർമ്മങ്ങളെന്ന് പറയുന്നത് ശരീരത്തില് ഉടനീളം ഉള്ള വൈറ്റൽ പോയിന്റ്സിനെയാണ് നമ്മൾ മർമ്മങ്ങളെന്ന് പറയുന്നത്. അതില് 107 മർമ്മങ്ങളുണ്ട്. 108ാമത്തെ മർമ്മം മനസ്സാണ്. അപ്പൊ ഈ 107 മർമ്മങ്ങളും ശരീരത്തിൽ കുറെ എണ്ണം കഴുത്തിന് മുകളില്, കുറച്ച് ശാഖാമർമ്മങ്ങൾ കയ്യിലും കാലിലുമായിട്ട്, കുറച്ച് ബാക്കില് പൃഷ്ഠമർമ്മങ്ങളുണ്ട്, ഫ്രണ്ടില് ഉള്ള മർമ്മങ്ങളുണ്ട്. അപ്പൊ ഇത് പരന്നു കിടക്കുകയാണ് ശരീരത്തിൽ. അതിൽ വലിയ മർമ്മങ്ങളുണ്ട്, ചെറിയ മർമ്മമുണ്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ളതുണ്ട്, അത്ര പവർഫുൾ അല്ലാത്തതുണ്ട്.
ഡീപ്പായിട്ടുള്ള മർമ്മങ്ങളുണ്ട്, സൂപ്പർഫിഷ്യൽ മർമ്മമുണ്ട്. ഇപ്പം മർമ്മം വളരെ ഡീപ്പായിട്ട് എവിടെയെങ്കിലും ആയിരിക്കും, പക്ഷെ അതിന് നമ്മൾ ആക്സസ് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും, പുറത്ത് ഒരു സർഫസിലായിരിക്കും. ഇപ്പോൾ ഈ ഓരോ മർമ്മവും ഒരു ടിഷ്യൂ ആയിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഓർഗൻ ആയിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഹോൾ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെല്ലാം ഒരു കൂട്ടം മർമ്മമുണ്ട്. അതേപോലെ നെർവ് സിസ്റ്റത്തിന് ഒരു കൂട്ടം മർമ്മമുണ്ട്. അപ്പോൾ ഈ പ്രോട്ടോകോളിൽ നമ്മൾ കുറെ മർമ്മങ്ങൾ ചൂസ് ചെയ്തിട്ടാണ് ഈ പ്രോട്ടോകോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എല്ലാ ഓവറോൾ ബോഡിയിലെ എല്ലാ സിസ്റ്റമും ഫങ്ഷൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോട്ടോകോളാണത്. പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾ മർമ്മം എടുത്തിട്ടുള്ളവരുണ്ടാവും. എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഡീപ്പായിട്ട് പോകും. വളരെ ഡീപ്പായിട്ട് പോയി ഒരു 6-7 മണിക്കൂറിന്റെ ഉറക്കം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ്സോടെയാണ് 1 മണിക്കൂർ കഴിഞ്ഞ് മർമ്മം കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇപ്പൊ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ നല്ല സാധകരാണ്. ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ കുറെ കാലം കൊണ്ട് ആർട്ട് ഓഫ് ലിവിംഗ് ഉള്ളവരുണ്ട്. ഒരു സാധകന് ഒരു മർമ്മം നമ്മള് സ്വയം എടുക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും ഒരു സാധകൻ കൊടുക്കുന്നത് നമ്മൾ ആ ഒരു പ്രത്യേകത, സാധകന്റെ മേലുള്ള ഒരു പ്രത്യേകത, മർമ്മം എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഒരു ട്രെയിനറായിട്ട് അവരത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ലെവല് അതെന്താണ്? ഒന്ന് എടുക്കുമ്പം ഇതിന് ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ പലതും. മെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ട്, ഇമോഷൻസ് ക്ലിയർ ആവും, വളരെ ദുഃഖകരമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യും, അങ്ങനത്തെ മെന്റൽ ബെനിഫിറ്റ്. സ്പിരിച്വൽ ബെനിഫിറ്റും ഉണ്ട്. കാരണം ഇപ്പൊ മർമ്മങ്ങളെന്ന് പറയുന്നത് മാറ്ററും എനർജിയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഈ മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മർമ്മം ആക്ടിവേറ്റ് ചെയ്യുമ്പം സ്പിരിച്വൽ തലത്തില് ഒരു ഓപ്പണിംഗ് അപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്ന് പറയും എൻ്റെ മെഡിറ്റേഷൻസ് ഡീപ്പായി, മനസ്സിന് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ സാധകരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഹയർ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ പല സമയത്തും നമുക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാൻ ഡീപ്പ് ആവണം എന്നില്ല, പക്ഷെ മർമ്മ ചെയ്താൽ ഒരു വഴിയില്ല, നിങ്ങൾ വളരെ ഡീപ്പായിട്ട് പോകും. ഓൾമോസ്റ്റ് സമാധി അവസ്ഥയിലേക്കാണ് പോണത്. അപ്പോൾ അതിലാണ് ആ അവസ്ഥയിലാണ് ആക്ച്വലി ഈ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ശരീരത്തിലുള്ള പല കറക്ഷൻസ് നടക്കും, മനസ്സിലുള്ള കറക്ഷൻസ് നടക്കും. അതിനൊപ്പം നമുക്ക് കൂടുതൽ ഹയർ സ്റ്റേറ്റ്സിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അതാണ് ഇതിന്റെ സ്പിരിച്വൽ ബെനിഫിറ്റ്. പിന്നെ എടുക്കുന്ന പോലെ തന്നെ കൊടുക്കുന്ന ആൾക്കും അതേ ഒരു എക്സ്പീരിയൻസ് ആണ്. കൊടുത്തിട്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാം. കൊടുക്കുമ്പോൾ ആ 1 മണിക്കൂർ അതൊരു സാധനയാണ്, അത് നിങ്ങളെ പഠിപ്പിക്കും. ആ സാധന ചെയ്യും നിങ്ങൾ കൊടുക്കുമ്പം. അപ്പൊ ആ കൊടുത്തു കഴിയുമ്പോൾ അതേ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് വിഷമമില്ല. എപ്പോഴും അങ്ങനെയാണ് അല്ലെ? മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ കരഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണില് കണ്ണീര് വരും. അപ്പൊ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ അതിനേക്കാളും സട്ടിലാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ആ കോൺഷ്യസ്നെസ് ആണ്, 2 കോൺഷ്യസ്നെസ്സും ഒരുപോലെ ആവും. അപ്പൊ ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ആ അനുഭൂതി അത് തന്നെ കൊടുക്കുന്ന ആൾക്കും ഉണ്ടാവും. അതാണ് ഒരു ബെനിഫിറ്റ്. നമുക്ക് 2 കാര്യമേ ഉള്ളൂ നമ്മൾ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്ന. ഒന്ന്, സാധന ചെയ്യണം. 2 പ്രോട്ടോകോൾ നന്നായിട്ട് പഠിക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ. വേറെ ഇതില് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ശ്രീ ക്യാൻസർ കെയറിൽ വർക്ക് ചെയ്തപ്പോൾ ക്യാൻസർ പേഷ്യൻസിനും ഒക്കെ കൊടുക്കുമ്പം അവര് പല രീതിയിലുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ക്യാൻസർ കെയറിൽ ഉള്ള പേഷ്യൻസ് പറയുന്നത്, അത്രയും അവസ്ഥയിലുള്ളവർ പോലും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ചേച്ചി ഒരുപാട് എക്സ്പീരിയൻസ്, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസസ് ചേച്ചിക്ക് അറിയാമായിരിക്കാം. അപ്പം കുറച്ച് എന്തെങ്കിലും ഒരു പേഷ്യൻസിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഒന്ന്, ഡോക്ടർ പറഞ്ഞ പോലെ ക്യാൻസറിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം പലർക്കും നമുക്ക് പഞ്ചകർമ്മ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ വരുന്നത്. പക്ഷെ മർമ്മം ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ എല്ലാ ക്യാൻസർ മാത്രമല്ല, എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനും ഞാൻ മർമ്മ ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ അതാണ് ഒരു സന്തോഷം തോന്നുന്നത്. കാരണം ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ നമുക്ക് പേഷ്യൻസ് ഇന്റർനാഷണൽ ആണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് മർമ്മ എടുക്കൂ എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് മർമ്മ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അപ്പൊ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷത്തിലാണ് ഒരുപാട് പേരെ പഠിപ്പിച്ചെടുത്തത് നമ്മള്. പക്ഷെ ഈ ഇടയ്ക്ക് ആലോചിച്ചു, സ്വന്തം നാട്ടിൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഈ കേരള കോഴ്സ് അനൗൺസ് ചെയ്തത് നമ്മള്. പിന്നെ ഈ മർമ്മ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഓർക്കുന്നത്, അത് ഈ നമ്മുടെ സർജിക്കൽ ഇമ്പോർട്ടൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം ഡൽഹിയില് അർജന്റീന വിസയ്ക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോയി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ മാത്രം വിളിച്ചില്ല, എനിക്ക് ശേഷം വന്ന എല്ലാവരും ഓഫീസർ വിളിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ആ വിസ ഓഫീസർ എന്നെ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, മാഡം വെയിറ്റ് ചെയ്യിച്ചതിന് സോറി, വരൂ എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഫയല് ആപ്ലിക്കേഷൻ എൻ്റെ മുമ്പേ വന്നപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഒരു കാര്യവും ഇല്ലാതെ എനിക്ക് തോന്നി ദിസ് പേഴ്സൺ ഈസ് ഗോയിങ് ടു ഹീൽ മീ എന്ന് തോന്നി. ഞാൻ ഡോക്ടറൊന്നും വെച്ചില്ല, നമ്മൾ വിസയിൽ എഴുതുമ്പോൾ അതൊന്നും എഴുതില്ല, നമ്മള് ആർട്ട് ഓഫ് ലിവിംഗ് പഠിപ്പിക്കാനാണല്ലോ പോകുന്നത്. അപ്പോൾ പക്ഷെ അയാൾക്ക് ഒരു കാര്യവും ഇല്ലാതെ അങ്ങനെ തോന്നി. അയാൾ എന്നിട്ട് നിശാ മണികണ്ഠൻ ഗൂഗിളിൽ തപ്പി നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായോ ഇത് നാഡി എക്സ്പെർട്ടാണ്. എൻ്റെ നാഡി ഒന്ന് നോക്കിയിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ നാഡി നോക്കി, നിങ്ങൾക്ക് ഷോൾഡറിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതാണ് എൻ്റെ പ്രശ്നം, ഞാനൊരു സർജറി ചെയ്തു. പക്ഷെ അതിനുശേഷം സർജറി കഴിഞ്ഞതിന് ശേഷം കൈ ഭയങ്കര ഹെവിയായി, വളരെ ഡിസ്കംഫർട്ടാണ്, പൊക്കാനും പ്രയാസമായി. എന്നിട്ട് സർജൻ പറഞ്ഞു, എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എനിക്കൊന്നും ചെയ്യാനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു, നമുക്ക് മർമ്മങ്ങളുണ്ട് ശരീരത്തിൽ, നിങ്ങളുടെ ആ മർമ്മം സർജറിക്ക് ഇടയിൽ ക്ഷതമേറ്റിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് ഈ ഹെവിനെസ് മാറാത്തത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡൽഹിയിലാണിത്, അടുത്തുള്ള നമ്മുടെ ഷെയർവിതയിലെ ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു, മർമ്മം ചെയ്യാൻ പറഞ്ഞു. അയാൾ പിന്നെ തിരിച്ച് റിപ്പോർട്ട് ചെയ്തു, അയാൾക്ക് കൈ പൊക്കാൻ പറ്റും, ഒരു പ്രശ്നവും ഇല്ലാന്ന്. ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, എനിക്ക് വിസ വീട്ടിലെത്തും. അപ്പൊ അത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ ഒരുപാട് ഹീലിംഗ് എക്സ്പീരിയൻസസ് മർമ്മയില്. അതും ഇത് നമ്മള് പറയുമ്പോൾ നമ്മള് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ പ്രാക്ടീഷണേഴ്സ് ഡോക്ടേഴ്സ് അല്ല, അപ്പോൾ അവര് നമുക്ക് എഴുതും ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, അപ്പൊ നമ്മൾ പറയും ചെയ്തോളാൻ പറയും. എത്ര 8 ആണെങ്കിൽ 8 അല്ലെങ്കിൽ 16, ചിലപ്പോൾ 2, 3 ഒക്കെ മതി. അപ്പൊ അവര് തിരിച്ച് നമ്മൾ 8 സെഷൻ എടുക്കുമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ 2-3 സെഷനൊക്കെ എടുത്തിട്ട് അവര് പറയും, ഈ പുള്ളി വന്നത് ഇതിനാണ്, ഉറക്കമില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ നല്ല ഉറക്കമുണ്ട്. അങ്ങനെ കുറച്ച് സെഷനിൽ നിന്ന് തന്നെ ഒരുപാട് എക്സ്പീരിയൻസസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ആശ്രമത്തില് അല്ലെങ്കിൽ നമ്മുടെ നാഡീപരീക്ഷ, നമ്മുടെ ട്രീറ്റ്മെന്റ് എല്ലാം പുറത്ത് നമ്മൾ ഒരു മാസത്തിൽ മാറും എന്നുള്ളത് ഇവിടെ ചെയ്യുമ്പോൾ ഒരാഴ്ചയിൽ മാറും. അതൊരു പ്രത്യേക ബ്ലെസ്സിങ് ആണ്. നമ്മുടെ പുറകിലുള്ള ശക്തി അതാണ് ഗുരുദേവിന്റെ. ഗുരുദേവ് പറഞ്ഞിട്ടാണ് ഈ മർമ്മ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞത്. അപ്പം എങ്ങനെയാണ് അത് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ശ്രീ മർമ്മ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? വളരെ ആദ്യം മുതലേ മർമ്മ ഞങ്ങൾ ചെയ്യുമായിരുന്നു, ഞാനും മണികണ്ഠൻ സാറും. പിന്നെ അന്ന് വേറെ ആരും ഇല്ല ഇവിടെ, നമ്മൾ കുറച്ച് പേരെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആക്ച്വലി ഒത്തിരി പേര് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചിലരത് സ്വീകരിച്ച് അതങ്ങ് ചെയ്യും, ചിലര് ചെയ്യില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തെറാപ്പിസ്റ്റിനെയും ഡോക്ടേഴ്സിനെയും പഠിപ്പിച്ചു. ഡോക്ടേഴ്സ് പലരും ചെയ്യില്ല, കാരണം ഒരു ക്ലിനീഷ്യൻ ആവുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള സമയം. പക്ഷെ തെറാപ്പിസ്റ്റ് അത് ചെയ്തു തുടങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്ത് പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് ഞാൻ രാജ്യങ്ങളിലെല്ലാം പഠിപ്പിച്ചത്. ഒരുപാട് രാജ്യങ്ങളിൽ അത് തുടർച്ചയായിട്ട് അത് ചെയ്തു പോകുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഇപ്പൊ ഗുരുജി യൂറോപ്പിൽ വന്നപ്പോൾ നമുക്ക് ജർമ്മൻ ആശ്രമത്തിൽ അല്ല പോളണ്ട് ആശ്രമത്തിൽ നമ്മൾ ഒത്തിരി യുക്രൈനിയൻ റെഫ്യൂജീസിനെ ഉണ്ട് അവിടെ. അപ്പോൾ അവര് കുറച്ചുപേര് നാഡീപരീക്ഷയ്ക്കൊക്കെ വന്നിരുന്നു. അപ്പൊ അവർക്ക് ട്രോമ മാറാൻ ഏറ്റവും എളുപ്പം മർമ്മയാണ്. അപ്പൊ ഞാൻ മർമ്മ എഴുതി മർമ്മ ചെയ്യാൻ പറഞ്ഞു അവിടുത്തെ പ്രാക്ടീഷണേഴ്സിനോട്. അത് കഴിഞ്ഞ് ഗുരുജി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് ഗുരുജി വിസിറ്റ് ചെയ്തപ്പോൾ ഗുരുജി പറഞ്ഞു, ഉക്രൈനില് മർമ്മ വളരെ വ്യാപകമായിട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇതാ വളരെ നമ്മൾ ഈ ട്രോമ അഡ്രസ് ചെയ്യാൻ നമ്മുടെ ബലം ക്രിയയാണ്, നമ്മൾ പ്രാണായാമം ക്രിയയൊക്കെ പഠിപ്പിക്കും. അതിൻ്റെ കൂടെ തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് മർമ്മ. അപ്പൊ ഗുരുജിക്ക് വലിയ വിഷനുണ്ട്. ഗുരുജി എന്നോട് കഴിഞ്ഞ
വർഷത്തിൽ ലോക്ക്ഡൌണിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ലെവൽസ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ കുറേ അഡ്വാൻസ്ഡ് ലെവൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം പഠിപ്പിക്കുകയും ചെയ്തു, ലെവൽ 2. ബാക്കി എല്ലാം അടുത്ത വർഷമൊക്കെ ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ വലിയൊരു വിഷനുണ്ട്. കാരണം മർമ്മയുടെ സാധ്യതകൾ ഒരുപാടാണ്. ഇപ്പൊ 2ാമത്തെ ലെവലിൽ നമ്മൾ പ്രത്യേകം പ്രോട്ടോകോൾ, ഓരോ കണ്ടീഷനുള്ള പ്രോട്ടോകോളാണ്. ഉറക്കമില്ലാത്തവർക്കുള്ള ഒരു പ്രോട്ടോകോള്, വിട്ടുമാറാത്ത തലവേദന ഉള്ളവർക്ക് ഒരു പ്രോട്ടോകോള്, അതൊക്കെയാണ്. അപ്പോൾ സ്കോപ്പ് ഒരുപാടുണ്ട്. ഗുരുജിയുടെ ബ്ലെസ്സിങ്ങും ഉണ്ട്. അപ്പൊ ഇത് വളരെ വലുതാവും. അതും പുറത്ത് ഒരാൾക്കും ഈ സട്ടിലിറ്റി, നമ്മുടെ പ്രത്യേകത അതാണ് അല്ലെ. നമ്മള് ശരീരത്തിന് ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ യോഗിക് പ്രാക്ടീസസും സുദർശന ക്രിയയും എല്ലാം അങ്ങനെയാണ്. മർമ്മ അതുപോലെ ഒരു ശരീരത്തിന്റെ മുകളിലുള്ള ഒരു സംഭവമാണ് ആക്ച്വലി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുകയോ നേരിട്ട് ചോദിക്കുകയോ ചെയ്യാം. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ചോദിക്കുകയാണെങ്കിലും ചോദിക്കാം. ഒന്ന് റൈസ് ചെയ്താൽ മതി. ഹാൻഡ് റൈസിങ്, സൂമിലെ ഹാൻഡ് റൈസിങ് ചെയ്താൽ മതി. ഓക്കെ, ഏജ് ലിമിറ്റ്. ഇത് ട്രെയിനർ ആവാനുള്ള ഏജ് ലിമിറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയാമോ? പ്രാക്ടീഷണർ ആവാനുള്ളതാണോ? മർമ്മ എടുക്കാനുള്ള ഏജ് ലിമിറ്റ് 10 വയസ്സിന് താഴെ ചെയ്യില്ല. നമ്മൾ 10 വയസ്സിനും 80 വയസ്സിനും ഇടയ്ക്കാണ് ആൾക്കാർക്ക് എടുക്കാവുന്നത്. കുട്ടികൾക്കുള്ളത് വേറെ ഉണ്ട്. അത് നമ്മൾ ഈ പ്രോട്ടോകോൾ അല്ല. ഈ പ്രോട്ടോകോൾ 10 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കും 80 വയസ്സ് വരെ ആണ് എടുക്കുന്നത്. പ്രാക്ടീഷണറിന് നമ്മള് ഡോക്ടേഴ്സിനും ആർട്ട് ഓഫ് ലിവിങ് ടീച്ചേഴ്സിനും ആണ്. അപ്പൊ അതിൽ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല ആണ് ഇപ്പൊ എടുക്കുന്നത്. നമുക്കിത് സാധകർക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ടീച്ചർ എന്ന് വെച്ചിരിക്കുന്നത്, നമുക്ക് ടീച്ചർ ആകുമ്പോൾ നമുക്കറിയാം സാധകരാണെന്നുള്ളത്. അതുകൊണ്ടാണ് ടീച്ചർ എന്ന്. പക്ഷെ TTP ചെയ്തവരും പതിവായി സാധനം ചെയ്യുന്നവരും ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. രവിദാസ് ചോദിക്കാനുണ്ടല്ലോ ഒന്ന്. ഷാജി, എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് ക്യാൻസർ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളേ. ഇപ്പൊ അതില് അവർക്ക് ഹീലിംഗ് പെയിൻ മാറാൻ വേണ്ടിയിട്ടാണോ നമ്മൾക്ക് ഈ ഒരു മർമ്മ ഇത് ഉപയോഗിക്കുന്നത്, അതോ ചികിത്സയായിട്ടാണോ? രണ്ടും. അത് ചികിത്സ, ഒന്ന് ഈ ഹീലിങ്ങിന് സഹായിക്കും, പിന്നെ പെയിൻ മാറാനും സഹായിക്കും. അവർക്ക് ചില പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ട്. നമ്മുടെ ടീമിലുള്ള ഡോക്ടേഴ്സിന് നമ്മൾ അത് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിക്കും, ചെറിയ പ്രോട്ടോകോൾസ്. കാരണം ഇത് 1 മണിക്കൂർ കിടക്കണം ഇതില്. അപ്പോൾ ചില 1 മണിക്കൂർ കിടക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ട്. അവർക്ക് വേണ്ടി ഷോർട്ട് പ്രോട്ടോകോൾ വേറെ ഉണ്ട്. പിന്നെ മനസ്സിന് 3 ആസ്പെക്ട് ഉണ്ട് ക്യാൻസർ പേഷ്യൻസ് നമ്മൾ കൊടുക്കുമ്പോൾ. ഒന്ന്, അവർക്ക് ഭയങ്കര ഡീപ്പ് റിലാക്സിങ് ആണ്. 2, അവരെ അസുഖത്തിന്റെ കൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതിൽ ഒരു ഭാഗം ഈ മർമ്മയാണ്. അപ്പൊ ആ ഹീലിംഗ് ആസ്പെക്ട് ഉണ്ട്. 3, ഇത് പെയിൻ മാറാൻ, സ്വെല്ലിംഗ് കുറയാനൊക്കെ ചെറിയ വേറെ സ്പെസിഫിക് പ്രോട്ടോകോൾസ് ഉണ്ട്. ജയ് ഗുരുദേവ്. എന്റെ പേര് സിന്ധു. ഞാൻ 5 വർഷം മുമ്പ് എനിക്ക് ക്യാൻസർ വന്നതാണ് ബ്രസ്റ്റില്. അപ്പൊ ഇവിടെ ഒരു ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത്, എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 5 വർഷം മുമ്പ് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നതായിരുന്നു. ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്ത സമയത്ത് കൈയിന്റെ ചലനം നഷ്ടപ്പെട്ടായിരുന്നു. കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു, മുട്ട് നിവർത്താനാവുമായിരുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞത് 5-6 മാസം കൊണ്ട് ഫിസിയോതെറാപ്പി കൊണ്ട് ശരിയാക്കാൻ പറ്റും എന്നായിരുന്നു. പക്ഷേ വളരെയധികം പെയിൻഫുൾ ആയിരുന്നു. എന്റെ മുറിവ് ഉണങ്ങിയ സമയത്ത് തന്നെ ആർട്ട് ഓഫ് ലിവിങ് ടീച്ചേഴ്സിന്റെയും ആയുർവേദ ഡോക്ടർമാരുടെയൊക്കെ സഹായം എനിക്ക് കിട്ടിയിരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ കീമോതെറാപ്പി പറഞ്ഞെങ്കിലും അത് ചെയ്യാതെ ഞാൻ ശ്രീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. അവിടെ വെച്ച് മർമ്മ ചെയ്തു. 2ാമത്തെ ദിവസം തന്നെ എന്റെ കൈമുട്ട് നിവർന്നു. 3ാമത്തെ ദിവസം കൈ ഉയർത്താൻ പറ്റി. അങ്ങനെ ഒരു വലിയൊരു അനുഭവം കിട്ടിയ ആളാണ് ഞാൻ. ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ എക്സ്പീരിയൻസ് എന്നോടാണ് ചോദിച്ചെങ്കിൽ ഈ ആയിരക്കണക്കിലെ എക്സ്പീരിയൻസ് ഏത് പറയുന്ന ആലോചിച്ചു. ഇപ്പൊ സിന്ധു തന്നെ പറഞ്ഞു. അതുപോലെ ഷാജു നേരത്തെ പറഞ്ഞു, വളരെയധികം എന്താ പറയാ, നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു.
വളരെയധികം പെയിൻഫുൾ ആയിരുന്നു. മൈൻഡ് റിലാക്സ്ഡ് ആയി. മറ്റുള്ളവര് ഇപ്പൊ ക്യാൻസർ വരുമ്പോ അറിയാലോ, പലർക്കും മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ വളരെയധികം അരോചകമായിട്ട് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് ഉറച്ചു നിൽക്കാൻ, ഞാനെടുത്ത തീരുമാനത്തില് കീമോ ചെയ്തില്ല എന്ന് വെച്ചിട്ട് നമ്മള് നമ്മുടേതായ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോചനം കിട്ടും. എന്റെ ഈ ഒരു അനുഭവം മറ്റുള്ളവർക്ക് കൂടി, എന്റെ റിലേറ്റീവ്സിനും ഒക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. വളരെയധികം മാറ്റം എനിക്ക് ഉണ്ടാക്കി. വേറെ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഒരാൾക്ക് എത്ര സമയം എടുക്കും? ഒരാൾക്ക് എത്ര സമയമെടുക്കും മർമ്മ ചെയ്യാനായിട്ട്? അത് 1 മണിക്കൂറാണ് നമ്മൾ പറയുന്നത്. അത് പ്രോട്ടോകോള് 35 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യണം. കാരണം ഈ മർമ്മ നിങ്ങളുടെ പുറത്ത് ആക്ട് ചെയ്തിട്ട് അത് പിന്നെയും 10-15 മിനിറ്റ് ഡീപ്പായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. അപ്പോൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം അവർ നിങ്ങളെ വിളിച്ചുണർത്തും. ഇത് ഓൺലൈൻ കോഴ്സ് ആയിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ല, അതൊരു ടച്ച് തെറാപ്പി അല്ലേ, അത് ഓൺലൈൻ പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വേറൊരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ ഇത്ര ഇതായിട്ടുള്ളതല്ല, ജസ്റ്റ് മർമ്മങ്ങളെ പറ്റി പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്. പക്ഷെ ഇത് ഓൺലൈൻ എടുക്കാൻ പറ്റില്ല. ഇത് നമ്മൾ പഠിപ്പിച്ചു തരയല്ലേ. ഒരു 3-4 ട്രെയിനേഴ്സ് ഒരുമിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഓൺലൈൻ പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു ചോദ്യം ഉണ്ട്. എന്റെ പേര് ഉപേഷ് എന്ന്. ഞാൻ തിരുവല്ലയിൽ നിന്നാണ്. ആർട്ട് ഓഫ് ലിവിങ് ടീം ആണ്. അപ്പൊ സാധാരണഗതിയിൽ അവിടുത്തെ പോലുള്ള ഒരു ആയുർവേദ ഡോക്ടറുടെ അടുത്താണെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് ഇന്ന അസുഖമാണ്, അവർക്ക് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് കൊണ്ടുവരുന്നത്. സാധാരണ ഒരു ആർട്ട് ഓഫ് ലിവിങ് എങ്ങനെയാണ്, ആർക്കാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുക്കേണ്ടത്, എങ്ങനെ അറിയുന്നത്, എന്ത് അസുഖം കാര്യങ്ങൾ, അതോ അസുഖത്തിന്റെ പോവായിട്ട് സഹായം ഇങ്ങനെ ഒരു പരിപാടി അതിലുണ്ട് എന്ന് കൊടുക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ഇതല്ലേ, നിങ്ങള് ഡോക്ടർ അല്ലല്ലോ, അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോന്ന്. ഇതില് നമ്മൾ ഒരൊറ്റ പ്രോട്ടോകോളാ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആലോചിച്ച് ഇതിനെ ഇത് ചെയ്യണം, അങ്ങനെ ഒരു പ്രയാസവും ഇല്ല. ആ പ്രോട്ടോകോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഏതൊക്കെ കണ്ടീഷനിൽ ചെയ്യാൻ പാടില്ലാത്തതെന്ന് നമ്മൾ പഠിപ്പിക്കും. അത് മാത്രം. ഏതൊക്കെ കണ്ടീഷനിൽ ചെയ്യണം, ആർക്ക് ചെയ്യണം, അതെല്ലാം പഠിപ്പിക്കും. ഇത് ആവശ്യമുള്ള ആളിന് നമ്മൾ എങ്ങനെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആളിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു? ശരീരമുള്ള ആൾക്കാർക്ക് ഇത് ആവശ്യമാണ്. നിങ്ങൾ ജീവനുണ്ടെങ്കിൽ മർമ്മങ്ങൾ ഉണ്ടാവും. അപ്പോ മർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ആ മർമ്മം അതേപോലെ വളരെ ശുദ്ധമായിട്ട് വെക്കാൻ പറ്റില്ല നമുക്ക്. നമ്മുടെ കോംപ്രമൈസ്ഡ് ഡയറ്റ് ആണ്, കോംപ്രമൈസ്ഡ് ലൈഫ് സ്റ്റൈൽ ആണ്, കോംപ്രമൈസ്ഡ് മൈൻഡ് ആണ്. അപ്പൊ ഇത് മൂന്നും നമ്മുടെ മർമ്മങ്ങളെ അതിന്റെ ഫങ്ഷൻ ചെയ്യുന്നതിൽ നിന്ന് തടയും. ഡള്ളായിരിക്കും മർമ്മങ്ങള്. അപ്പം പിന്നെ വേറെ പൊല്യൂഷൻ, റേഡിയേഷൻ, ഇതെല്ലാം കൊണ്ടും മർമ്മങ്ങള് ഡള്ളാവും. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ്, അടി കിട്ടുക, അതിൽ നിന്നൊക്കെ അത് ക്ഷതമാവും. അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് നമ്മൾ തെറ്റായ ഭക്ഷണ രീതി, അതൊക്കെ കൊണ്ട് മർമ്മങ്ങൾ ഡള്ളാവും. ഇപ്പൊ മർമ്മങ്ങൾ അപ്പോ മർമ്മങ്ങള് ആക്റ്റീവ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, വളരെ നല്ല ചൈതന്യം ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ വെൽനെസ്സിന് ഉപയോഗിക്കും. വെൽനെസ്സിന് വളരെ പ്രാധാന്യമുണ്ട് മർമ്മങ്ങളിൽ. നമ്മൾ മർമ്മ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനർജി കൂടും, മനസ്സ് വളരെ ശാന്തമാവും. അപ്പൊ നമുക്ക് അതുകൊണ്ട് നമ്മൾ എനിബഡി ക്യാൻ ടേക്ക്, അതാണ് ഇതിന്റെ പ്രത്യേകത. അസുഖമുള്ളവർ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും. ഇപ്പൊ നമ്മള് എത്ര പ്രാവശ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ആഴ്ചയിൽ ഒരു ദിവസം ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഞാന് നേരത്തെ അബുദാബിയില് ജോലി ചെയ്യാൻ താമസിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അന്ന് മസ്കറ്റിൽ നിന്ന് ഇങ്ങനെ ഒരാൾ വന്നിട്ട് അവിടെ ഇത് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുകയും ചെയ്തതാണ്. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, നമുക്ക് നല്ല ഡീപ്പ് റിലാക്സേഷൻ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. പക്ഷെ അവിടെ ആൾക്കാരെ സംഘടിപ്പിക്കാൻ തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ആൾക്കാരെ പിടിച്ചിട്ടാണ് ഈ വന്ന ആളിനെ 10-15 പേരെ ഒപ്പിച്ചെടുത്തത്.
അപ്പൊ എന്റെ ചോദ്യം നമ്മള് പ്രധാനമായിട്ട് ഇപ്പൊ നമുക്ക് പറയും ഒരു അടിയോ തട്ടോ മുട്ടോ ഉളുക്കോ ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ കേരളത്തിലെ മർമ്മയെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് പറയാം, ഒരു മർമ്മ ചികിത്സകന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരതിന് വേണ്ട പ്രതിവിധി ചെയ്തു വിടും എന്ന് പറഞ്ഞു. പിന്നെ ക്യാൻസർ പേഷ്യൻസിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് ഇത് ബെനിഫിഷ്യൽ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഒരു സാധാരണ ആർട്ട് ഓഫ് ലിവിങ് ടീച്ചർ ഇത് എങ്ങനെയാ ഓഫർ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു വെൽനസ് പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റുള്ള നമുക്കൊരു മർമ്മ ഡെസ്ക് ഉണ്ട്. അപ്പൊ അവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കേരളത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തത്. അപ്പൊ ആദ്യമായിട്ടാണല്ലോ നമ്മളൊരു ഇത് കോഴ്സ് വെക്കുന്നേ. ഈ ചെയ്തവര് ഇവിടെ ബാംഗ്ലൂർ ആശ്രമത്തിൽ വന്ന് ചെയ്തവരാണ്. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് ഒരു പ്രാക്ടീസ് ശ്യാം ഉണ്ടോ ഇവിടെ? ശ്യാംജി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ പേര് ശ്രീ വെൽബീയിങ്ങിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യും. അത് കഴിഞ്ഞാൽ അവിടെ തന്നെ അവര് തന്നെ പ്രൊമോഷൻ ഒക്കെ ചെയ്യും. ഡോക്ടർ ദിവ്യ ഉണ്ട്, ഇവരൊക്കെ വലിയ മർമ്മ പ്രാക്ടീഷണേഴ്സ് ആണ്. സുനന്ദാജി മർമ്മ പ്രാക്ടീഷണർ ആണ് അല്ലേ? ശ്യാംജി ഒന്ന് പറയൂ, എങ്ങനെയാ ഇവരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ? പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ കാര്യങ്ങളൊക്കെ. സുരേഷ് ഏട്ടാ, നമ്മള് ആർട്ട് ഓഫ് ലിവിങ്ങില് ഗുരുദേവ് സുദർശനക്കരയെ പഠിപ്പിച്ചു. അതിനൊരു സംവിധാനം ഉണ്ട് ആർട്ട് ഓഫ് ലിവിങ് സംവിധാനത്തിലൂടെ. പത്മസാധന പഠിപ്പിച്ചു. ഇതെല്ലാം ഗുരുജിയുടെ എന്താ പറയാ, ഗുരുജിയുടെ പ്രത്യേക ശ്രദ്ധയും ശക്തിയും മാത്രം പകർന്നു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ശ്രീ മർമ്മ പുതിയതൊന്ന് കേരളത്തില് ഇംപ്ലിമെന്റ് ആവാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നിഷ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, നിഷ ഡോക്ടറുടെ സാന്നിധ്യത്തിലും ക്ലാസ്സുകൾ ഭംഗിയായിട്ട് നടക്കാനായിട്ട് ഇഷ്ടംപോലെ ട്രെയിനർമാരെയൊക്കെ വെച്ചുകൊണ്ട് ഓരോ വലിയ തോതിലേക്ക് ഇതുപോലെ അനവധി ഹീലിംഗ് പ്രക്രിയകള് ഗുരുദേവിന്റെ പ്ലാനിലുണ്ട്. അപ്പോ അതിൻ്റെതായിട്ട് സുസംഘടിതമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. നമ്മൾ എങ്ങനെയാണോ മറ്റ് കോഴ്സുകളും ട്രെയിനിങ്ങുകളും ഒക്കെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കോഴ്സുകളൊക്കെ പ്രചരിക്കുന്നത്, അതുപോലെ ഇതും പ്രചരിക്കും. ഓക്കെ, സുരേഷേട്ട ഒരു തവണയെങ്കിലും മർമ്മ അറ്റൻഡ് ചെയ്യണം. അത് ഞാൻ കോണ്ടാക്ട് ചെയ്ത് തരാം. അത് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാവും. പിന്നെ നമ്മൾ കോഴ്സിനെ കുറിച്ച് പറയുന്നത് പോലെ ആ പാർട്ടിസിപ്പന്റ് മറ്റുള്ളവരോട് പറഞ്ഞോളൂ. അല്ലാതെയുള്ള അഡ്വർടൈസ്മെന്റ്, ഈ ആർട്ട് ഓഫ് ലിവിങ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ശ്രീ വെൽബീയിങ്ങിന്റെ അഡ്വർടൈസ്മെന്റ് നമ്മുടെ കൂടെ വേറെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇത്രയും കൂടെ ക്ലിയർ ആയി. വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാവും. മറ്റൊരു കാര്യം എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇതിനകത്ത് നമ്മളിപ്പോ ഒരു ഇതുവരെ നമ്മൾ പലരെയും ആൾക്കാരെ കോഴ്സിന് വിളിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ എല്ലാവരും നമുക്ക് എളുപ്പം കോഴ്സിലേക്ക് വിളിക്കാൻ പറ്റാറില്ല. അപ്പൊ കോഴ്സ് ചെയ്യാത്ത ഒരാളെ പോലും നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ്, ഒരു ഹൈറ്റൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ മർമ്മ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, മർമ്മ കൊടുത്തതിന് ശേഷം നമ്മുടെ ഹാപ്പിനെസ് പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിലേക്ക് വന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ആൾക്കാരുണ്ട്. അപ്പം അതൊരു അനദർ ബെനിഫിറ്റ് ആണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചായാലും. അതുപോലെ നമ്മുടെ ഒരു ആസ് എ വളണ്ടിയർ ഇത് വളരെയധികം ബെനിഫിഷ്യൽ ആണ്. അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രായമായി നമ്മുടെ വീടുകളിൽ നമുക്ക് പുറത്തു പോയി കൊടുക്കണം എന്ന് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മുടെ സ്വന്തം വീടുകളിൽ തന്നെ വയ്യാതെ കിടക്കുന്നവരോ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം തോന്നുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഒരു പക്ഷെ ക്രിയ ചെയ്യാനൊക്കെ ചിലപ്പോൾ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്തവരായിരിക്കാം. പക്ഷെ മർമ്മ തീർച്ചയായിട്ടും അവർക്ക് കിടക്കാൻ പറ്റുകയാണെങ്കിൽ മർമ്മ എന്നുള്ള ഒരു ഏറ്റവും ഒരു ഹൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എന്റെ പേര് ഗീത. പിന്നെ ഈ ടോക്ക് ഒന്ന് യൂട്യൂബിലോ വല്ലതും ഒന്ന് ഇട്ടാലേ നമ്മള് ഒരാളിനോട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നിഷ മാഡത്തിന്റെ വാക്കുകളിൽ കൂടി കേൾക്കാൻ വലിയ സൗകര്യമായിരുന്നു, വലിയ ഉപകാരപ്രദമായിരുന്നു. അതുകൊണ്ട് ചോദിച്ചു, അതൊന്ന് യൂട്യൂബിലോ വല്ലതും ഇട്ടാൽ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരുപാട് ആർക്കും അറിയില്ലല്ലോ മർമ്മത്തെ കുറിച്ചോ അല്ലെ ആയുർവേദത്തെ കുറിച്ച്. ഇപ്പൊ ഈ മറ്റു മെഡിക്കൽ ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാ, ഓർഗൻസ് എല്ലാം നഷ്ടപ്പെടും, അവരെടുത്ത് വിൽക്കും. അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പൊ ഡെലിവറിക്ക് പോലും ആയുർവേദ ആശുപത്രി തിരക്കുവാ. അതുകൊണ്ട് ഇതൊരു വളരെ ഉപകാരപ്രദം. പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ
മുട്ട ഓപ്പറേഷൻ ചെയ്ത് എനിക്കറിയാവുന്ന 1-2 പേര് വളരെ പരിതാപകരമായിട്ട് കിടക്കുന്നു. അവർക്കും ഇത് ഉപകാരമല്ലേ? ഇതുകൊണ്ട് രക്ഷപ്പെടുമല്ലോ, എണീറ്റ് നടക്കാൻ പറ്റും. അതാണ്. അതുപോലെ തന്നെ ഈ ഇപ്പോ ഈ മെന്റലി ഈ കുട്ടികൾക്ക് വൈകല്യങ്ങളുണ്ടല്ലോ, ബുദ്ധി ഉണ്ട്, പക്ഷെ അവര് വയലന്റ് ആവുന്നു, അവർക്കൊക്കെ നല്ലതല്ലേ? അപ്പം മാഡം ഇതൊന്ന് നമ്മൾ ഇപ്പൊ പഠിപ്പിക്കുന്ന പ്രോട്ടോകോള് അവർക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഓട്ടിസത്തിന് നമുക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്. നിങ്ങൾ ബേസിക് ആയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് അപ്ഗ്രേഡ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നണം ഓക്കെ എനിക്ക് ഇന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം, അപ്പൊ അത് മാത്രം പഠിപ്പിക്കും നമ്മള്. എനിക്ക് വലിയ അസുഖമൊന്നും അങ്ങനെ ഒന്നും ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പം ഉറക്കം കൂടാനും എനർജി കൂടാനും ഒക്കെ ഉള്ള പ്രോട്ടോകോൾ അത് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ബേസിക് ആയിട്ട് ഇത് പഠിക്കണം. ഇതാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ മെഡിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ ഒരു വഴിയില്ല. മർമ്മ ചെയ്താൽ നിങ്ങൾ ഡീപ്പായി പോയിരിക്കും. അത് കഴിഞ്ഞ് ഹാബിറ്റ് ചെയ്യും എന്നുള്ളതും സത്യമാണ്. എല്ലാ പ്രാക്ടീഷണേഴ്സും വന്ന് പറയുന്നതാണ്. നമ്മൾ കോഴ്സ് ചെയ്യാത്ത ഒരാൾ മർമ്മ എടുത്തു കഴിഞ്ഞാൽ അവര് ഡെഫിനറ്റ് ആയിട്ടും പിന്നെ ചോദിക്കും എനിക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ ഈ മെഡിറ്റേഷൻ ഒക്കെ എന്ന്. കഴിഞ്ഞ പ്രാവശ്യം വണ്ടൂരിന്ന് സാറേ അത് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഇട്ടോളൂ. വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. നന്ദി. സാർ ഒരു കാര്യം പറയണ്ടേ? പറഞ്ഞോളൂ. പിന്നെ എന്റെ ചേച്ചി സുനന്ദ സാറ് ചെയ്തതായിരുന്നു. കഴിഞ്ഞ ഒരു കൊല്ലമായി ചേച്ചിക്ക് ഭയങ്കര വലത് കൈ വേദന ആയിട്ട്. അപ്പൊ കഴിഞ്ഞ മാസം ഞാനും ചേച്ചിയും കൂടെ പോയി. ചേച്ചി പറ തീരെ വേദന ഇല്ല, എല്ലതും മാറിയെന്ന്. ഞാൻ ഇപ്പൊ 2 പ്രാവശ്യമായി ചെയ്യുന്നു. അപ്പൊ ചേച്ചിക്ക് പ്രമീള വണ്ടൂര് ചേച്ചിക്ക് വേദന, ഒരു കൈ വലത് കൈയുടെ വേദന മാറി. ഭയങ്കര സന്തോഷായി ചേച്ചിക്ക്. എനിക്ക് ഇഷ്ടണ്ടായിരുന്നു സാറേ. ഗുണം ഒരുപാട് സന്തോഷം. അപ്പം ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇപ്പം ഞങ്ങൾ ഷെയർ ചെയ്യും. ജയ് ഗുരുദേവ്. എല്ലാവരും ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തെടുക്കൂ. 83-101-83101. അത് കഴിഞ്ഞാല് 60495. 60495 ചാറ്റ് ബോക്സിൽ ഉണ്ട്. 83-101-60-495. അതിലേക്ക് ഒരു വാട്സപ്പോ കോളോ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോണിലെത്തും.